സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം കച്ചവടക്കാരും ഡിജിറ്റൽ ട്രാൻസാക്ഷനും എന്നതിനെ സംബന്ധിച്ചാണ്. ഇന്ന് നമ്മുടെ ഒട്ടുമുക്കാൽ ബിസിനസ് സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, ആ വഴിയിൽ കൂടിയാണ് കളക്ഷൻ കൂടുതലും സ്വീകരിക്കുന്നത്. അതേ നടക്കുകയുള്ളൂ. കാരണം കാശുമായി സാധനം വാങ്ങാൻ വരുന്നത് ഒരു ഓർമ്മ മാത്രമായിട്ട് മാറിയിരിക്കുന്ന കാലഘട്ടമാണ്. എല്ലാവരും മൊബൈലിൽ നിന്നും പൈസ അടയ്ക്കാൻ തയ്യാറായിട്ടാണ് വരിക. കച്ചവടക്കാരനാണെങ്കിൽ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിയിലും എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കിട്ടുന്ന പണം മുഴുവനും അക്കൗണ്ടിൽ കൂടി ആകുമ്പോൾ ഇയാൾക്ക്, ഈ കച്ചവടക്കാരന് എത്ര രൂപ അന്നത്തെ കളക്ഷൻ ഉണ്ടായി എന്ന് വളരെ ഈസിയായി സുതാര്യമായി ഏതൊരു അധികാരിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പല ചെറിയ ചെറിയ ഹോട്ടലുകൾ, ചെറിയ ചെറിയ കടകൾ, ഇവിടെയൊക്കെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഹോട്ടലുകാരൻ്റെ വിചാരം ഞാനൊരു ചെറിയ കച്ചവടക്കാരനല്ലേ, എനിക്കിപ്പോൾ GST രജിസ്ട്രേഷനോ ഇൻകം ടാക്സ് ഫയലിങ്ങോ ഒന്നും ആവശ്യമില്ല എന്നായിരിക്കും ഇവർ ധരിച്ചു വച്ചിട്ടുണ്ടാവുക. എന്നാൽ ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഏതാണ്ട് 6500 രൂപ വരെ, 6000 രൂപ വരെ കച്ചവടം വന്നു കഴിഞ്ഞാൽ അയാൾ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിളാണ്, നികുതി അടയ്ക്കാൻ ലയബിളാണ്. 5% വെച്ച് നികുതി അടയ്ക്കണം. അവിടെ വെച്ച് ഫുഡ് കൊടുക്കുന്നതിനും പാഴ്സലായി കൊടുത്തു വിടുന്നതിനും 5% നികുതി അടയ്ക്കണം. എന്നാൽ എനിക്ക് കച്ചവടമില്ല, ഞാനൊരു ചെറുകിട കച്ചവടക്കാരനാണെന്നുള്ള നിലയിൽ ഇതൊന്നും ചെയ്യില്ല. ഇയാളുടെ വരവ് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ കൃത്യമായി എത്ര രൂപയാണെന്നറിയാം. അതിൽ തന്നെ 1% കുറച്ച് ക്യാഷ് ട്രാൻസാക്ഷനും ഉണ്ടാവും. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു തുകയുണ്ടാവും. അതിൽ പാവപ്പെട്ട കച്ചവടക്കാർ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴൊന്നും ഒരു അധികാരിയും ഇതൊന്നും നോക്കിയിട്ട് പറയില്ല. 4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവരത് കുത്തിപ്പൊക്കി കൊണ്ടുവരും. 4 കൊല്ലം കഴിഞ്ഞ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഒരു വർഷം 20 ലക്ഷത്തിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ 20 ലക്ഷത്തിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ ഒരു ദിവസം 10000 രൂപ ട്രാൻസാക്ഷൻ ഉള്ള കടയിൽ 365 ദിവസവും ഒരു ഹോട്ടലാണ് തുറക്കുന്നതെങ്കിൽ 36,50,000 രൂപ എങ്കിലും അവിടെ ട്രാൻസാക്ഷൻ ഉണ്ടാവും, അവിടുത്തെ ടേൺ ഓവർ ഉണ്ടാവും. അതിൻ്റെ ടാക്സ്, അതിൻ്റെ പെനാൽറ്റി, അതിൻ്റെ പലിശ 4 കൊല്ലം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ തുകയായിരിക്കും. 30 ലക്ഷം രൂപ തന്നെ വന്നാൽ ഒരു കൊല്ലം 30 ലക്ഷം രൂപ ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ ടാക്സ് വന്നു. 5% വെച്ചിട്ട് 30 ഉള്ളെങ്കിൽ 1.5 ലക്ഷം രൂപ ടാക്സ് 5 കൊല്ലം കഴിഞ്ഞ് കണക്ക് നോക്കിയാൽ അതിൻ്റെ പലിശ തന്നെ ഏതാണ്ട് 1890 എന്ന് പറയുന്ന കണക്കിന് അത് തന്നെ ഏതാണ്ട് അതേ തുക തന്നെ വരും. പിന്നെ അതിൻ്റെ പെനാൽറ്റി വരും, വലിയൊരു തുക വരും. ഇതെല്ലാം കൂടി ഇവർക്ക് താങ്ങാൻ പറ്റില്ല. ആയതുകൊണ്ട് കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആണ് നടക്കണതെങ്കിൽ തീർച്ചയായും ഇത് അപ്പോൾ തന്നെ രജിസ്ട്രേഷൻ എടുത്ത് ലയബിലിറ്റി തീർത്ത് പോകുന്നതായിരിക്കും അവർക്ക് ഏറ്റവും നല്ലത്. അതല്ലാതെ ഒരു ബാധ്യത വന്നതിന് ശേഷം ഞാൻ വില കുറച്ചാണല്ലോ സാധനം നിങ്ങൾക്ക് തന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണമെന്നും പറഞ്ഞ് ഒരു പബ്ലിക്കിൻ്റെ അടുത്തേക്ക് പോയാലും യാതൊരു സഹായവും കിട്ടില്ല. ഇതൊക്കെ അവന് താങ്ങാൻ പറ്റാത്തതായിട്ട് വരും, തലവേദനയായിട്ട് വരും, ഉറക്കം കെടുത്തുന്ന രീതിയായിരിക്കും. ആയതുകൊണ്ട് ഇവർക്ക്
ട്രാൻസാക്ഷൻ ഡിജിറ്റലായിട്ട് ചെയ്യുന്നവരെല്ലാവരും കൃത്യമായി രജിസ്ട്രേഷൻ തുക ഒന്ന് വെരിഫൈ ചെയ്യുകയും അവരുടെ കണക്കിൽ എത്ര വന്നിട്ടുണ്ടെന്ന് നോക്കുകയും ത്രെഷോൾഡ് ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം വെച്ച് തന്നെ രജിസ്ട്രേഷൻ എടുത്ത് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നും ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു വർഷം 20 ലക്ഷം രൂപയുടെ ടേൺ ഓവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ആ ബെനിഫിറ്റ് കിട്ടില്ല. മറ്റ് കച്ചവടക്കാർക്ക്, ഹോട്ടലുകാരാണ് 20 ലക്ഷം, സർവീസാണ്. മറ്റ് കച്ചവടക്കാരുടെ ടേൺ ഓവർ ലിമിറ്റ് 40 ലക്ഷമാണ്. അവരുടെ കച്ചവടം 40 ലക്ഷം രൂപ ഒരു ഇയർ വരത്തക്ക രീതിയിൽ ഇത് സംഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ശ്രദ്ധിക്കണം. എല്ലാവരും അതിലൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു പോകണം. ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായും ഇത് 4-5 കൊല്ലത്തിനുള്ളിൽ ഇവരിത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്ത് എല്ലാവരെയും കൊടുക്കാനാണ് ഇവരിയ്ക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ സഹായിക്കാനല്ല ഇരിക്കുന്നത്, എങ്ങനെയെങ്കിലും നമ്മളെ കേസിൽ കൊടുക്കാനാണ്. ഇത് കേസിൽ കുടുങ്ങിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ആയതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കൂടാതെ നിങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ അതും ഏറ്റവും വേഗം ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. ഞാൻ അനിരുദ്ധൻ.